ചെവായൂർ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ കള്ളവോട്ട് ചെയ്യാനെത്തിയ കോൺഗ്രസ് മുൻ കൗൺസിലർ ഷംജിത്തിനെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും ചേർന്ന് പുറത്താക്കി. സ്ഥലത്ത് സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ്. വിവരങ്ങളുമായി ജോഷ്ല ചേരുകയാണ്. ജോഷ്ല, ഈ ചെവായൂർ ബാങ്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണല്ലോ നേരത്തെ കെ സുധാകരൻ വിമതരെ ഭീഷണിപ്പെടുത്തിയത്, കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയത്. എന്താണ് ഇന്ന് ചെവായൂരിൽ നടന്നത്? സിജു, ചേവായൂർ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട് ബാങ്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ സംഘർഷമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ കള്ളവോട്ട് ചെയ്യാനെത്തിയ കോൺഗ്രസ് മുൻ കൗൺസിലർ ഷംജിത്തിനെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും ചേർന്ന് പുറത്താക്കിയിരുന്നു. തുടർന്ന് സംഘർഷാവസ്ഥ ഉണ്ടാവുകയായിരുന്നു. അതുപോലെ തന്നെ മറ്റ് മത്സരാർത്ഥികളുടെ അണികളടക്കം ഈ അവരെ പുറത്താക്കാൻ വേണ്ടി വരികയും അത്തരത്തിലാണ് സംഘർഷത്തിലേക്ക് ഈ ഒരു അന്തരീക്ഷം നീങ്ങിയത്. ചേവായൂർ ബാങ്ക് തെരഞ്ഞെടുപ്പ് മായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ ജയേഷ് എന്ന കോൺഗ്രസ് പ്രവർത്തകനും അയാളുടെ അനുജനും കൂടെ കള്ളവോട്ട് ചെയ്യാനെത്തിയതും വോട്ട് ചെയ്യാനെത്തിയവർ തിരിച്ചറിയുകയായിരുന്നു കള്ളവോട്ട് ചെയ്യാനെത്തിയതാണ് എന്നുള്ളത്. ഇത് അധികൃതരെ അറിയിക്കുകയും പിന്നീട് പുറത്തേക്ക് ഇവർ രണ്ടുപേരെയും പുറത്തേക്ക് എത്തിക്കുകയും അതും ഒരു സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു. തുടർന്ന് ഉച്ചയ്ക്ക് ശേഷം ഇത്തരത്തിൽ കള്ളവോട്ട് ചെയ്യാനായി കോൺഗ്രസ് പ്രവർത്തകർ എത്തുന്നു എന്ന് ആരോപിച്ചുകൊണ്ടാണ് വലിയ തോതിൽ ഈ സംരക്ഷണ സമിതിയും ചേവായൂർ ബാങ്ക് ജനകീയ സംരക്ഷണ സമിതിയുടെ ആളുകളും അതുപോലെ തന്നെ CPIM പ്രവർത്തകരും DYFI പ്രവർത്തകരും എല്ലാം ഒത്തുചേർന്നുകൊണ്ട് ഈ സ്കൂളിന് മുന്നിൽ, അതായത് ഈ ഇലക്ഷൻ നടക്കുന്ന സ്കൂളിന് മുന്നിൽ പ്രതിരോധ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ പ്രതിഷേധം എന്നുള്ള രീതിയിൽ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. നേരത്തെ തന്നെ ചേവായൂർ ബാങ്കുമായി ബന്ധപ്പെട്ട് ബാങ്ക് ഭരണസമിതിയും ജില്ലാ കോൺഗ്രസ് നേതൃത്വവും ഏറെക്കാലമായി തർക്കത്തിലായിരുന്നു. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ MK രാഘവനെതിരെ നിലപാടെടുത്തതോടെയാണ് ഭരണസമിതിക്കെതിരെ കോൺഗ്രസ് നേതൃത്വം നടപടിയെടുത്തത്. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ഇവരിപ്പോൾ CPIMന്റെ പിന്തുണയോടുകൂടി ഭരണത്തിൽ തുടരാൻ മത്സര രംഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. എന്തായാലും ഇത് വലിയ തിരിച്ചടിയാണ് കോൺഗ്രസിന്. അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ശേഷം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കള്ളവോട്ട് ചെയ്യുന്നു എന്നുള്ള ആരോപണവുമായാണ് ഭരണസമിതി അംഗങ്ങളും അതുപോലെ തന്നെ CPIM പ്രവർത്തകരും ഇപ്പോൾ ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത്. ഇടയ്ക്ക് പോലീസ് ഇടപെടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. സിജോ, എന്താണ് നിലവിലെ സാഹചര്യം? ഇപ്പോഴും ഒരു സംഘർഷാവസ്ഥ തുടരുകയാണ്. കാരണം വിവിധ സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ മറ്റ് കള്ള ആധാർ കാർഡ് അടക്കം ഉണ്ടാക്കിക്കൊണ്ട് വരുന്നു എന്നുള്ള ആരോപണവുമായാണ് CPIM പ്രവർത്തകരടക്കം ഇപ്പോൾ സ്ഥലത്ത് നിലകൊള്ളുന്നത്. അതേസമയം തന്നെ കള്ളവോട്ട് ആരോപണം പറഞ്ഞുകൊണ്ട് DCC പ്രസിഡന്റ് അടക്കമുള്ളവർ നേരത്തെ ഇവിടെ എത്തിയിരുന്നു. എന്നാൽ ഉച്ചയോടുകൂടിയാണ് കോൺഗ്രസ് പ്രവർത്തകരായ 3 പേരെ കള്ളവോട്ട് ചെയ്യാനെത്തിയ 3 പേരെ ഉദ്യോഗസ്ഥരടക്കം പോലീസും ഉദ്യോഗസ്ഥരും അടക്കം തിരിച്ചറിയുകയും പുറത്താക്കുകയും ചെയ്തത്. ഇതോടനുബന്ധിച്ചാണ് സംഘർഷാവസ്ഥ ഉണ്ടായത്. ഉച്ചയ്ക്ക് ശേഷമാണ് വലിയ